90കളുടെ അവസാനത്തോടെ മധ്യത്തിൽ ഞങ്ങളുടെ സംഘടന മലയാള ചലച്ചിത്ര സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘടനയുണ്ട്, മാക്ട എന്നുള്ള പേരിൽ. ഈ മാക്ട നമ്മുടെ ധനശേഖരണാർത്ഥം വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. മാക്ട സംഗീത സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചു. ഈ സംഗീത സംഗമം എന്ന് പറഞ്ഞാൽ 100 ചില്ലുവാനം ഓർക്കസ്ട്ര പീസസുകൾ, വാദ്യോപകരണങ്ങൾ, പിന്നെ മലയാള സിനിമയിലെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട യേശുദാസ് തുടങ്ങിയ ഇങ്ങ് താഴെ വരെയുള്ള ആൾക്കാരെ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു 4 മണിക്കൂർ 4-4.5 മണിക്കൂർ നീണ്ടുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ സെലക്ട് ചെയ്ത പാട്ടുകൾ, എല്ലാ ഗായകരുടെയും സെലക്ട് ചെയ്ത പാട്ടുകൾ, അങ്ങനെ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിൽ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വളരെ ഗംഭീര വിജയമായിട്ട് വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ മാക്ട സംഗീത സംഗമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പോൾ അതിൽ ഞാനൊക്കെ വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ കാര്യം. അതിൽ ഓരോ സംഗീത സംവിധായകരും ഗാനങ്ങൾ, അവരുടേതായ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരെ ആദരിക്കുന്ന ചടങ്ങുമൊക്കെ ഉണ്ടായിരുന്നു. അവരെ 1 വരി 2 വരിയൊക്കെ പാടുക. അങ്ങനെ ദക്ഷിണാമൂർത്തി സ്വാമി, MS വിശ്വനാഥൻ, അർജുനൻ, പലരും പാടി. അങ്ങനെ അർജുനൻ മാഷെ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഈ എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള അറിയാതെ ആയിരക്കണക്കിനെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓഡിയൻസ്, പ്രേക്ഷകർ ഇങ്ങനെ ഇരിക്കുന്നിടത്താണ്, വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ ഇരിക്കുന്നിടത്താണ് ഈ ഇത് നടക്കുന്നത്. എഴുന്നേറ്റ് വന്നൊരു മൊത്തം സൈലൻസ്. അദ്ദേഹം അവിടെ വന്നിട്ട് മാനത്തിൻ മുറ്റത്ത് മഴവില്ലഴകട്ടും മധുമാസ സന്ധ്യകളെ. ഓഡിയൻസ് ഇത്രയും പാടിയപ്പോഴത്തേക്ക് ഓഡിയൻസ് എല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന്, സ്റ്റാൻഡിങ് ഓവേഷൻ എന്ന് പറയുന്നത്, എഴുന്നേറ്റ് നിന്ന് ഒരു 2.5-3 മിനിറ്റ് കൈയടിക്കുമായിരുന്നു. ഇത്ര ഗംഭീരമായിട്ടുള്ള, ഞാനിത് പറയാൻ കാര്യം, ഈ പാട്ട് എന്ന് പറയുന്നത് കറുത്ത പൗർണമി എന്ന് പറയുന്നൊരു സിനിമയിലെയാണ്. 1968 ബെർണാഡ് ഷാ പിക്ചേഴ്സ് എന്നുള്ള ബാനറിൽ NG മേനോൻ പ്രൊഡ്യൂസ് ചെയ്ത് നിർമ്മിച്ച് നാരായണൻകുട്ടി വല്ലത്തെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു ഈ കറുത്ത പൗർണമി എന്ന് പറയുന്നത്. ഇതിൽ ഈ നാരായണൻകുട്ടി വല്ലത്തെന്ന് പറഞ്ഞാൽ പുതുമുഖമാണ്. അദ്ദേഹം അതിന് ശേഷം വേറെ പടമൊന്നും ചെയ്തതായിട്ട് അറിവില്ല. അതിനു മുമ്പ് ഒരു പടം, ഒരേ ഭൂമി ഒരേ രക്തം എന്നുള്ള പേരിൽ ഒരു പടം ചെയ്തിരുന്നു. അതിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ട് പുള്ളി ക്ഷണിച്ചിരുന്ന അർജുനൻ മാസ്റ്ററായിരുന്നു. അർജുനൻ മാസ്റ്റർ ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ അതായിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പക്ഷെ ആ പടമോ ആ റെക്കോർഡ് ചെയ്ത ഗാനങ്ങളോ ഒന്നും നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യമില്ല, കാണാനുള്ള ഭാഗ്യമില്ല. അതൊന്നും പുറത്തു വന്നില്ല. അങ്ങനെ രണ്ടാമതായിട്ട് നാരായണൻകുട്ടി വല്ലത്ത് ചെയ്ത പടമായിരുന്നു ഈ കറുത്ത പൗർണമി എന്ന് പറയുന്നത്. അപ്പം ഫലത്തിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അർജുനൻ തന്നെയാണ്, MK അർജുനൻ മാസ്റ്റർ. P. ഭാസ്കരനാണ് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. ആ പാട്ട് വന്നു കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കറുത്ത പൗർണമിയിലെ ഗാനങ്ങൾ വന്നതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അർജുനൻ മാഷ് എത്രയോ പടങ്ങളുടെ സംഗീത സംവിധാനമൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഞാൻ മുമ്പ് പറഞ്ഞ സംഗീത സംഗമം എന്ന് പറഞ്ഞ മാക്ടയുടെ പരിപാടി നടക്കുന്നത്. അന്നും ഈ പാട്ട് കേട്ടിട്ട് ഇപ്പോഴും അതിലെ ഈ പാട്ട് കേൾക്കും. വിമാനത്തിൻ മുറ്റത്ത്, അത് മാത്രമല്ല വേറെയും പാട്ടുകളുണ്ടായില്ല, എല്ലാം ഗംഭീര പാട്ടായിരുന്നു. തന്നിൽ അടങ്ങിയിരിക്കുന്നതല്ല, തന്നിലുള്ള മഹാപ്രതിഭ, സംഗീതത്തിൻ്റെ പ്രതിഭ എന്താണെന്നുള്ളത് ആദ്യം പ്രേക്ഷകരിലേക്ക് പകർന്നു തന്ന ഈ മാനത്തിൻ മുറ്റത്തെന്ന് പറയുന്ന ഈ പാട്ട് എല്ലാവരും ശ്രദ്ധിച്ച ആ പാട്ടിൻ്റെ ബാക്കി അത് വന്ന പടം ഈ കറുത്ത പൗർണമി. നമ്മുടെ പ്രേക്ഷകരുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ കറുത്ത പൗർണമിയുടെ ഒരു പ്രിന്റ് പോലും അവശേഷിച്ചിട്ടില്ല. ചിലരൊക്കെ ആയിട്ട് വീഡിയോ കാസറ്റ് കയ്യിലുണ്ട് എന്ന് പറയുന്ന ചിലരെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമില്ല. ഞാൻ വീഡിയോ കാസറ്റ് കണ്ടിട്ടില്ല, പടം എനിക്കറിയാവുള്ളൂ. അങ്ങനെ ഇതാരുടെയും കയ്യിലുണ്ടെങ്കിൽ, ഇന്ന് ഇതിൻ്റെ ഒരു പ്രിന്റ് ലഭ്യമല്ല. ഈ പടത്തെക്കുറിച്ച് അറിയാവുന്ന അധികം പേര് ഇല്ല താനും, കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. ഒരു 50-ൽ താഴെ പ്രായമുള്ളവരാരും തന്നെ ഈ പടം കണ്ടിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ പടത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഈ പടത്തിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ശാരദ മധു, പിന്നെ PJ ആൻ്റണിയുണ്ട്, SP പിള്ളയുണ്ട്, ഇങ്ങനെയുള്ള വിജയ നിർമ്മല, ഭാർഗവി നിലയത്തിലെ വിജയ നിർമ്മല, ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ സംവിധായകന് പുതുമുഖ സംവിധായകന് അവസരം കൊടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാവ്
ഇതിൻ്റെ അകത്ത് കുറെ പുതുമുഖങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. ഞാൻ പണ്ട് ആദ്യ കിരണങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു ഗോപി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അപ്പം ഇതില് ഈ അവരുടെ ഒന്നും ഫോട്ടോ പോലും ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പം ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞാലും കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാലും ഒന്നും പ്രേക്ഷക മനസ്സിൽ ഒരു രൂപം കിട്ടാത്ത കാരണം വെറുതെ ആങ്ങളെ വെങ്ങളെ നോക്കുള്ള മട്ടില് കാര്യങ്ങൾ പറഞ്ഞു. ഈ പടത്തില് ശാരദ ഡിഗ്രി കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേനൽക്കാലം അവധിയാണ്. അടുത്തൊരു കോഴ്സ് എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ശാരദ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് തൻ്റെ അച്ഛൻ്റെ എസ്റ്റേറ്റിലേക്ക്, എസ് പി പിള്ളയാണ് എസ്റ്റേറ്റ് ഓണർ, എസ് പി പിള്ളയുടെ എസ്റ്റേറ്റിലേക്ക് വരുന്നു. അവിടെ എസ് പി പിള്ളയൊത്ത് അവിടെ വേലക്കാരും ഇതൊക്കെ ഉണ്ട്. അതിൽ എസ്റ്റേറ്റ് സമ്പന്നനാണ്, അവിടെ കഴിയുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഈ പുറത്തുനിന്നൊരു പാട്ട് കേൾക്കും. അതാണ് ഞാൻ മുമ്പേ പാടാൻ ശ്രമിച്ച മാനത്തിൻ മുറ്റത്ത്. ഈ പാട്ട് ആരാ പാടുന്ന? വളരെ രസമായിട്ടുള്ള പാട്ട് കേട്ടിട്ട് ശാരദ പുറത്തിറങ്ങും. ഇതാരാണ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് പുറത്തിറങ്ങി ഒക്കെ തപ്പി നോക്കും. ആരാ പാടിയത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. പുള്ളിക്കാരി തിരിച്ചു പോരും. പക്ഷെ ഈ പാട്ടിനോട് ഒരു പ്രത്യേക കൗതുകവും സ്നേഹമൊക്കെ ശാരദയുടെ ഉള്ളിൽ തുടങ്ങും. അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു പാട്ട് കേൾക്കുക. അതൊരു ശോകഭാവം നിഴലിച്ച് നിൽക്കുന്ന, വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. ഹൃദയമുരുകി കരയില്ലെങ്കിൽ, അങ്ങനെ പാട്ട് കേൾക്കും. ശാരദയ്ക്ക് കൗതുക ഉള്ളിൽ ഉണ്ടായിട്ട് ശാരദ പിന്നെയും പുറത്തിറങ്ങി അവിടെയൊക്കെ നോക്കും, എസ്റ്റേറ്റിന്റെ പരിസര പ്രദേശത്തൊക്കെ നോക്കും. അവിടെ ഒന്നും ഇയാളെ കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ നിരാശയായിട്ട് വീണ്ടും തിരിച്ചു പോരും. അങ്ങനെ ഈ സാധാരണ ഭംഗിയുള്ള പാട്ടുകൾ പാടുന്ന, സാധാരണമായിട്ടുള്ള കഴിവുകളുള്ള ഈ ഗായകനെ പിന്നീട് ശാരദ തിരിച്ച് അറിയുവാണ്. അവിടെ കണ്ടെത്തി അത് മധുവാണ്. സുന്ദരനാണ്, ജോലിയൊന്നുമില്ല, സുന്ദരനാണ്, ചെറുപ്പക്കാരൻ, വളരെ ആരോഗ്യവാനൊക്കെ ആയിട്ടുള്ള പുള്ളി ആകെ ദുഃഖഭാവത്തിലാണ്. അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കൽത്തറയും, പണ്ടെന്നോ അവിടെ ഒരു വീടുണ്ടായിരുന്നൊക്കെ വിചാരിക്കാം, അങ്ങനത്തെ ഒരു വീടിന്റെ അവശിഷ്ടങ്ങളും കൽത്തറയൊക്കെ കിടപ്പുണ്ട്. അവിടെ ഇയാൾ എല്ലാ ദിവസവും വന്നിരിക്കും, അങ്ങനത്തെ ഈ പാട്ടുകൾ പാടും. ഈ പാട്ട് പാടുമ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഹൃദയമുരുകി, അപ്പൊ ഈ പാട്ടിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിയിൽ നിന്ന് ഈ കഥ മനസ്സിലാക്കണം. അതായത് മധുവിന്റെ ബാലു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മധുവിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു, പുള്ളി ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു സഹോദരി. ആ സഹോദരി എന്തോ ഇതിൽ ആത്മഹത്യ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ ദുഃഖം താങ്ങാനാവാതെ പുള്ളി ഈ പെങ്ങളെ ഓർത്തിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരദയോട് പറയും. അപ്പൊ കൂട്ടത്തില് ഇയാളെ ഒപ്പം പലപ്പോഴായിട്ട് ഈ മധുവിനെ ചുറ്റിപ്പറ്റി മധുവിന്റെ ഒപ്പം കളിച്ചിരിച്ചൊക്കെ നടക്കുന്ന വേറൊരു യുവതിയെ കാണും. പെൺകുട്ടിയെ കാണും. അത് നമ്മുടെ വിജയ നിർമ്മല, ഭാർഗവി നിലയത്തിലെ ഭാർഗവി. വിജയ നിർമ്മലയെ കാണുമ്പോൾ ശാരദയ്ക്ക് ഇതിനോടകം മധുവിനോടൊരു പ്രേമം പോലെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ വിജയ നിർമ്മലയെ കണ്ടു കഴിയുമ്പോൾ ഉള്ളിൽ ചെറിയ അസൂയൊക്കെ തോന്നും, ഈ സംശയവും തോന്നും. കാരണം ഈ മധുവും വിജയ നിർമ്മലയായിട്ട് പ്രണയത്തിലാണോ എന്നൊരു സംശയം തോന്നും. വിജയ നിർമ്മല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇവരുടെ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനായിട്ടുള്ള ഒരു ആദിവാസി വിഭാഗത്തിലൊക്കെ പെട്ടാന്ന് തോന്നുന്നു. ചിന്നൻ എന്ന് പറയുന്ന പേരുള്ള PJ ആന്റണിയാണ് വേഷം ചെയ്യുന്നത്. PJ ആന്റണിയുടെ മകളാണ്. PJ ആന്റണിക്ക് വേറെ ആരുമില്ല, ഈ മകള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മകക്ക് മധുവിനെ ഇഷ്ടമാണെന്നുള്ളത് PJ ആന്റണിക്ക് അറിയാം. അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിട്ടൊക്കെ PJ ആന്റണി തയ്യാറാണ്. പക്ഷെ ആ കല്യാണം എന്നുള്ള ലെവലിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ നിൽക്കുന്ന ഒരു ഇതിലാണ് ശാരദയ്ക്ക് ഇത് തോന്നും. അപ്പൊ ഈ പെങ്ങളുടെ ഇയാളുടെ മധുവിന്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മധുവിനോട് ചോദിക്കും, ഇതാരാ ഈ പെണ്ണാരാ, ഇവരുമായിട്ടുള്ള റിലേഷൻ എന്നാണ്, കെട്ടാൻ പോവാണെന്ന് ചോദിക്കുമ്പം മധു പറയും, ഒരിക്കലും ഇല്ല, എനിക്ക് അവളെ എൻ്റെ സഹോദരിയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, എൻ്റെ സഹോദര സ്ഥാനത്താണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മധു ഇത് പറയുമ്പോൾ ശാരദയ്ക്ക് വലിയ ആശ്വാസമാകും. കാരണം ശാരദയുടെ പ്രണയം ഇവിടെ മുട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ശാരദ മധുവായിട്ട് പ്രേമിച്ച് വളരെ സീരിയസ് ആയിട്ടൊക്കെ ഈ പ്രേമം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശാരദയ്ക്ക് കോളേജ് ക്ലാസ്സിൽ അടുത്ത വെക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് തുറക്കുമ്പോഴത്തേക്കും അവിടെ കോളേജിലേക്ക് പോകണമല്ലോ. അങ്ങനെ പോകാനായിട്ട് ശാരദ പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ വന്നോളാം, ഓടി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദ പോവുകയാണ്. അപ്പോൾ മധുവിന് ഇവളുടെ ഈ വിരഹം താങ്ങാൻ പറ്റില്ല. അങ്ങനെ മധു ഒരു പാട്ടുമൊക്കെ പാടി പോകാൻ നേരത്ത് ശാരദ മധുവിന്റെ കയ്യിൽ ഒരു മോതിരം, ഒരു രത്നക്കല്ലൊക്കെ ഉള്ളൊരു മോതിരം ഇട്ട് കൊടുക്കും. ഇവരുടെ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ദൃഢത
കാണിക്കാനായിട്ട് ഒരു മോതിരമൊക്കെ ഇട്ട് കൊടുക്കും. മോതിരം ഇട്ട് കൊടുത്തിട്ട് അവൾ പോകുമ്പോൾ അവിടെ സാറ് പാടുന്നൊരു ഗംഭീര പാട്ടുണ്ട്. അപ്പോൾ സാറ് പാടുന്നതായിട്ട് യേശുദാസ് പാടിയിരിക്കുന്ന പാട്ട് എന്ത് രസമായൊരു പാട്ടാണ്. പി ഭാസ്കരൻ മാഷാണെങ്കിൽ അങ്ങോട്ട് അറിഞ്ഞ്, ഭാസ്കരൻ മാഷ രചനയാണ്, എന്തൊരു രസമായിട്ടുള്ള പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് യൂട്യൂബിൽ കിട്ടും, അത് കേട്ട് നോക്കുക. പ്രാണസഖീ നീ പോയി വരുവോളം പാവം നിന്നുടെ വനശലഭം പാടാനോർത്തൊരു മധുരിത ഗാനം പാടാതിവിടയലഞ്ഞിടും പോയി വരൂ നീ ആത്മസഖി. ഗംഭീര പാട്ടാണ് അത്. ഈ പാട്ടൊക്കെ ആ സമയത്തുള്ളതാണ്. അങ്ങനെ ശാരദ പോയി അവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോളേജ് കഴിഞ്ഞല്ലോ. കോളേജ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ നീ അടുത്ത കോഴ്സിന് MBBS വല്ലതും നീ പോയി ചേരണം, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം ഇതുപോലെ ഇന്നത്തെ പോലെ വലിയ മത്സര പരീക്ഷകളും ഇതൊന്നുമില്ല. മാർക്കുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുമെന്ന് അങ്ങനത്തെ എന്തോ ഒരു ഇതായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലായിരിക്കും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. ശാരദയ്ക്ക് അതിന് താല്പര്യമില്ല. എന്നാൽ പിന്നെ കെട്ടിച്ചു വിടാവുന്ന ഈ വീട്ടുകാർ, ഈ അപ്പൻ എസ്റ്റേറ്റ് മുതലാളി 2 സഹോദരന്മാരുണ്ട്, ഇവരെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കെട്ടിച്ചു വിടാമെന്നൊക്കെ പറയുന്നു. അപ്പം അതിനും ശാരദ സമ്മതിക്കുന്നില്ല. അതെന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ ഒരു ആങ്ങളയ്ക്ക് സംശയം തോന്നി. ആങ്ങളമാരിൽ ഒരാളായിട്ട് ബഹദൂറാണ് കേട്ടോ. പുള്ളി ഒരു കോമഡിയനാണ്, മറ്റേ ആൾ സീരിയസ് ആണ്. ഈ ബഹദൂർ എന്ന് പറഞ്ഞ പുള്ളി വലിയ സിനിമാ കമ്പക്കാരനാണ്. അങ്ങനെ ഹോളിവുഡ് സിനിമയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. യൂൾ ബ്രിന്നറില്ലേ, ഹോളിവുഡ് സിനിമയിലെ മുട്ടത്തലയൊക്കെയുള്ള വില്ലൻ ക്യാരക്ടർ വരുന്ന യൂൾ ബ്രിന്നർ, പുള്ളിയുടെ വലിയ ആരാധകനാണ് ഈ ബഹദൂർ. ഈ സിനിമയിൽ പുള്ളിയും പോയി തലമുട്ടയടിക്കും. യൂൾ ബ്രിന്നറും ബഹദൂറുമായിട്ടുള്ള കമ്പാരിസൺ. ഇയാൾ പോയി ബഹദൂർ പോയി തലമുട്ടയടിച്ചിട്ട് ജോണി ബ്രിന്നർ എന്നുള്ള പേരിലാണ് പുള്ളി, അതാണ് പുള്ളിയെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് ബഹദൂർ വരുന്നുണ്ട്. തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ചില വേഷങ്ങൾ ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഇതിലൊരു സഹോദരൻ, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള സഹോദരൻ ശാരദ വിളിച്ച് ചോദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇയാളുടെ ആ സഹോദരൻ്റെ ഒരു സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഇവർക്ക് ഫാമിലി പരമായിട്ട് അറിയാവുന്ന മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അത് ഗോപി എന്ന് പറഞ്ഞ നടനാണ്. ആലോചിക്കാം എന്ന് പറയുമ്പോൾ ശാരദ അതിനൊട്ടും സമ്മതിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കിള്ളി ചോദിച്ചു വരുമ്പോൾ ശാരദ പറയുവാണ്, ഈ എസ്റ്റേറ്റിലുള്ള മധുസാർ ചെയ്ത വേഷം, മധുവായിട്ടുള്ള ശാരദയുടെ താല്പര്യവും ഇഷ്ടപ്പെട്ടത് കാര്യവും എനിക്കത് മതി, എനിക്ക് കല്യാണം കഴിക്കുവാൻ എനിക്കത് മതി, ഞാനത് കെട്ടിക്കോളാം എന്ന് പറയും. ഇവർക്കിത് താങ്ങാൻ പറ്റില്ല. വളരെ അതിപുരാതന ക്രിസ്തീയ കുടുംബമാണല്ലോ. അവർക്ക് ആ ഒരു ക്രിസ്ത്യാനിറ്റി ഇത് ഇയാൾ ഹിന്ദുവാണ്. മധുസാർ ചെയ്യുന്ന വേഷം ഹിന്ദുവിൻ്റെയാണ്. അപ്പോൾ ഇവർക്കിതൊട്ടും താല്പര്യപ്പെടുകയില്ല. പക്ഷേ ഇവർ ചോദിക്കും. അപ്പോൾ പിന്നെ ഇയാൾ പറയും, ഉള്ളിൽ ഇതാണെങ്കിലും പുറമേ പറയാം കുഴപ്പമില്ല, ഹിന്ദുവാണെന്നൊരു കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരൊറ്റ കുഴപ്പമേ പുള്ളി കണ്ടുപിടിക്കുന്നുള്ളൂ. ഹിന്ദുവാണെന്നല്ലേ ഉള്ളൂ, നമുക്ക് ആലോചിക്കാം, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് അവനെ കൂട്ടി കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കല്യാണം നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ച് നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദയോട് പറഞ്ഞ് അപ്പച്ചൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ പറഞ്ഞ് SP പിള്ളയുടെയൊക്കെ സാന്നിധ്യത്തിൽ പറഞ്ഞ് ശാരദയ്ക്ക് വലിയ സന്തോഷമാകും. അങ്ങനെ ഈ ആങ്ങളമാർ മധുവിനെ കൂട്ടാനായിട്ട് പോവുകയാണ്. അവിടെ ഒരു പാട്ടുമൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ അവിടെ ചെന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നിട്ട് ആകെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു എന്താന്ന് ചോദിക്കുമ്പോൾ, ശാരദ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലാണ്. എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ, അതായത് മധു ചെയ്യുന്ന ബാലു എന്ന് പറയുന്ന ആ വേഷം മധു, അവൻ അവിടുത്തെ ഒരു ആദിവാസി പെണ്ണിനെ, അതിൻ്റെ പേര് വിജയതർപ്പലയുടെ പേര് പറയും, അവളെ കൂട്ടിക്കൊണ്ട് അവളെ അടിച്ചെടുത്തുകൊണ്ട് അവൻ നാട് വിട്ടുപോയി എന്ന് പറയും. ഇത് ശാരദയ്ക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ പെണ്ണുണ്ടെന്നുള്ള കാര്യം ശാരദയ്ക്ക് അറിയാമല്ലോ. അവരുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നോ മധുവിനെ എന്നുള്ളൊരു കാര്യത്തിൽ നേരിയ സംശയവും ശാരദയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇവർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം, അവനെ കൊണ്ടുവന്നിട്ട് മധുവിനെ കൊണ്ടുവന്നിട്ട് കെട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പോയവര് ഇത് ശാരദയ്ക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇവളാകെ വിഷമിച്ച് ഇവിടെ വന്ന് തിരിച്ച് എസ്റ്റേറ്റിൽ വന്നിട്ട് ചോദിക്കും. എസ്റ്റേറ്റിൽ വന്ന് അന്വേഷിച്ച് കഴിയുമ്പം ഈ വിജയനണി ചെയ്ത വേഷമുണ്ടല്ലോ, അതായത് ഈ പെണ്ണിൻ്റെ വിജയ നിർമ്മലയുടെ അപ്പൻ്റെ വേഷം,
അവിടെ വന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ പോയി, കൂടെ അവളും പോയെന്ന് പറയും. ഇത് ശാരദയ്ക്ക് അപ്പനല്ലേ പറയുന്നത്. ആകെ വിഷമായി ശാരദ തിരിച്ചു വരും. പുള്ളിക്കാരി എന്താണെങ്കിലും കല്യാണത്തിന് സമ്മതിക്കില്ല, ഉപരിപഠനത്തിന് ചേർന്നോളാം എന്നും പറഞ്ഞ് MBBS പഠിക്കാനായിട്ടൊക്കെ ചേരും. അങ്ങനെ MBBS ഒക്കെ പഠിച്ച് പാസ്സായി ഡോക്ടറായിട്ട് പുള്ളിക്കാരി തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്നിടത്തു നിന്നാണ് ഈ പടം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഈ ഫ്ലാഷ് ബാക്കിൽ വരുന്ന കഥയാണ്. അപ്പോൾ ഈ ശാരദ ഇങ്ങനെ പോകുമ്പോൾ, വഴിയെ പോകുമ്പോൾ ഈ പഴയകാല പണ്ട് കണ്ടിരുന്ന ഓരോ സ്ഥലങ്ങളും അമ്പലവും അതും ഇതൊക്കെ ആയിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ശാരദയുടെ മനസ്സിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതായിട്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഈ ശാരദ വന്നിരിക്കുന്ന എസ്റ്റേറ്റിൽ എന്തോ പകർച്ചവ്യാധി, മലമ്പനി പോലുള്ള എന്തോ ഒരു പകർച്ചവ്യാധി വന്നിട്ട് അവിടെ ആകെ പ്രശ്നമാണ്. അപ്പോൾ ഒരു ഡോക്ടറുടെ സേവനം അവിടെ ആവശ്യമാണ്. അപ്പോൾ ശാരദ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ ടീമിനെ വിടുന്നുണ്ട്. അങ്ങനെ ശാരദ അവിടെ ഈ മലമ്പനി ബാധിച്ചവരെ സഹായിക്കാനായിട്ട് ചികിത്സിക്കാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ ഓരോരോ കുടിലുകൾ, ഈ തോട്ടം തൊഴിലാളികളുടെ കുടിലുണ്ടല്ലോ, അത് വളരെ ശോചനീയാവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള കുടിലുകളിലൊക്കെ കയറി വരുമ്പോൾ ഒരു കുടിലിൽ ഈ PJ ആന്റണി കൂനിക്കൂടിയിരിക്കുന്നതാണ്. ഇത്രയും വർഷം കഴിഞ്ഞിരിക്കുന്നു, 5-8 കൊല്ലം ഇവളുടെ MBBS പഠനമൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ്. ഇത്രയും വർഷത്തിന് ശേഷം ഇയാൾ കുറെ കൂടെ വൃദ്ധനായിരിക്കുന്നു, ആകെ വല്ലാണ്ടിരിക്കുന്നു. അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇയാളൊന്നും മിണ്ടുകല, എന്തോ ഇത് വല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ശാരദ അവിടുന്ന് പോകും. ശാരദയ്ക്ക് ഇത് എന്താണെന്നുള്ളത് പിടികിട്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇവരുടെ സഹായത്തിന് വേണ്ടി, തോട്ടം തൊഴിലാളികളുടെ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ പണിയാനായിട്ട് ശാരദയൊക്കെ ഇവരുടെ ഹോസ്പിറ്റലുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റൽ പണിയാൻ തീരുമാനിക്കുമ്പോൾ പണ്ട് ഇവരെ മധുവിൻ്റെ ഒക്കെ കൂടെ ശാരദ വന്നിരുന്നിരുന്ന ഒരു പഴയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ തറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു. അപ്പം ആ തറ അവിടെ ആ പ്രദേശത്താണ് വീട് കുഴിക്കാനായിട്ട് ഒരു പല കെട്ടിടം ഹോസ്പിറ്റലിൽ പണിയാനായിട്ട് ഒരു പ്ലാൻ ഇട്ടിട്ട് ഭൂമി ഒരുക്കുവാണ്. അങ്ങനെ തറ കെട്ടാനായിട്ട് കുഴി എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു തലയോടും കുറേ അസ്ഥിഖണ്ഡങ്ങളും ഒക്കെ കിട്ടും. ഇതിൽ ഈ കൈപ്പത്തിയുടെ പോലത്തെ ഒരു പോർഷനിൽ ഒരു എല്ലിൽ നിന്ന് ഇവർക്കൊരു മോതിരം കിട്ടും. പണ്ട് ശാരദ മധുവിൻ്റെ വിരലിൽ അണിയിച്ചു കൊടുത്ത മോതിരമാണ്, യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് അണിയിച്ചു കൊടുത്ത മോതിരം. ഇത് കണ്ട് ശാരദയാകെ വല്ലാണ്ടാവും. കാരണം ഇത് താൻ കൊടുത്ത, അവള് നേരിട്ട് കാണുവാണ്, അവളുടെ കാമുകന് ജീവന് തുല്യം പ്രണയിച്ച കാമുകന് ഈ വിരലിലിട്ട് കൊടുത്ത ഈ മോതിരം അവിടെ ഈ കുഴിക്കകത്ത് മണ്ണിൻ്റെ അകത്തുനിന്ന് കണ്ടിട്ട് അസ്ഥികൂടുണ്ട്, തലയോടൊക്കെ ഉണ്ട്. അവള് തരിച്ചു പോകും. അപ്പൊ ഇത് കാണാനായിട്ട് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ഈ കുഴിയെടുക്കുന്നതൊക്കെ കാണാനായിട്ട് എന്ത് കണ്ടാലും ആൾ കൂടുമല്ലോ. അങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുമ്പോഴാണ് ഈ തലയോടും ഇതൊക്കെ പൊങ്ങി വരുന്നത്. ഈ കൂട്ടത്തില് PJ ആന്റണി അഭിനയിച്ച ആ വേഷവും അയാളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ അസ്ഥികൂടവും തലയോടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും PJ ആന്റണി അവിടുന്ന് മാറി ഓടിക്കളയും, സ്ഥലം വിട്ടുകളയും. ശാരദ ഇത് ശ്രദ്ധിക്കും. ശാരദയ്ക്ക് മനസ്സിലായി ഈ മോതിരം തൻ്റെ സർവസ്വമായിരുന്ന കാമുകന്റെ വിരലിൽ താൻ അണിയിച്ചു കൊടുത്ത മോതിരം എന്നുള്ളത് അറിഞ്ഞിട്ട് ശാരദ ഇയാളുടെ പുറകെ PJ ആന്റണിയുടെ പുറകെ വെച്ച് പിടിച്ച്, അങ്ങനെ PJ ആന്റണിയെ പിടിച്ച് കാര്യങ്ങൾ ചോദിച്ച് കുടിലിൽ നിന്ന് പിടിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ PJ ആന്റണിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റാണ്ട് വരുന്നൊരു സ്റ്റേജിൽ PJ ആന്റണി കയറി പറയും. അതായത് PJ ആന്റണിക്ക് എന്താണേലും തൻ്റെ മകളെ, അതായത് വിജയനിർമ്മലയെ കൊണ്ട് കെട്ടിക്കണം മധുവിനെ എന്നായിരുന്നു ആഗ്രഹം. അവൾക്കും അതിഷ്ടമായിരുന്നു. അപ്പം മകളുടെ ആ ഒരു മകളോടുള്ള സ്നേഹവും മകൾക്ക് അവനോടുള്ള സ്നേഹവും ഒക്കെ വെച്ച് അവള് ഇത് അവസാന കല്യാണത്തിന് സമ്മതിക്കാതൊക്കെ ഇരുന്നല്ലോ. അതിലുള്ളൊരു ദേഷ്യം PJ ആന്റണിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്താണ് ശാരദയുടെ ആങ്ങളമാര് അവിടെ വരുന്നതും. ഈ ആങ്ങളമാർ ഈ സംഭവം അറിയും. ഇയാളുടെ PJ ആന്റണിയുടെ മകളും മധുവായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അത് നടക്കില്ല പോയത് ഇവളുടെ ശാരദയുടെ ഇടപെടൽ കാരണം, അല്ലെ ശാരദയെ കണ്ടോടുകൂടിയാണെന്ന് അങ്ങനെയൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ പരത്തിയിട്ട് PJ ആന്റണിയെ ഇതിന് പ്രതികാരം ചെയ്യണം, അവൾ ഇത് വിട്ടുപോയാൽ അവനെ കാച്ചിക്കളയണം എന്നും പറഞ്ഞിട്ട് PJ ആന്റണിക്ക് കുറെ കള്ളവും മദ്യമൊക്കെ കൊടുത്ത് PJ ആന്റണിയുടെ ലെവല് തെറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നീ അവനെ കൊല്ലണം എന്നും പറഞ്ഞിട്ട് ഒരു കത്തിയൊക്കെ കൊടുത്തു വിടും. അങ്ങനെ PJ ആന്റണിയായിട്ട് പോയിട്ട് ഈ മധുവിനെ കൊന്നുകളയുകയാണ്. കൊന്ന് അവിടെ തന്നെ പുള്ളി ഇവരിയ്ക്കാറുണ്ടായിരുന്ന ആ തറയിലെ ആ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ തറ കുഴിച്ച് അവിടെ കുഴിച്ചിടും. അങ്ങനെയാണ് മധു ഇല്ലാണ്ടാകുന്നത്. പിന്നെ വന്നിട്ട് ഇവർ കള്ളക്കഥ അവിടെ പ്രചരിപ്പിക്കും. ഈ ആങ്ങളമാരും PJ ആന്റണിയും കൂടെ ചേർന്ന് മധു പുറപ്പെട്ടു പോയിരിക്കുന്നു. അപ്പം ഈ മധുവിനെ കൊല്ലുന്നത് കണ്ടോണ്ട്
ഇയാളുടെ മകള് വിജയനിർമ്മല വരും. വിജയനിർമ്മല ഞെട്ടിക്ക് പോകും. കുത്തേറ്റ് പെടഞ്ഞു മരിക്കുന്ന സ്വന്തം ഇവള് ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന കാമുകന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന മധു വീണ് പെടയുന്ന കാണുമ്പോൾ ഇവളാകെ ഭ്രാന്തിയെ പോലെ അലറി. മധു മരിക്കുന്നത് നേരിട്ട് കാണുവാണ്. അലറി കൂവി വിളിച്ച് ഇവൾ അവിടുന്ന് ഓടിപ്പോകും. ആ ഓടിപ്പോയ പെണ്ണിനെ പിന്നെ ആരും കണ്ടില്ല. അവൾ ആ ഓട്ടത്തിൽ എവിടെയോ പോയി. അവള് പോയി, ഏതിൽ എന്നാന്ന് അറിയില്ല, അവള് തീർന്നു പോയി. അങ്ങനെയുള്ള അവസ്ഥ. ഈ കാര്യങ്ങളെല്ലാം ശാരദയ്ക്ക് മനസ്സിലാവും. ശാരദയ്ക്ക് മനസ്സിലായിട്ട് അവള് അതിൻ്റെ ദുഃഖം താങ്ങാനാവാതെ, എന്നാൽ ഇത് പുറത്ത് കാണിക്കാതെ പുള്ളിക്കാരി അവിടെ ഈ കെട്ടിടം പണിയാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ട് നിൽക്കുന്ന അവിടെ ഈ കൊന്നു എന്നുള്ള വിവരം കേട്ടിട്ട് അവിടെ ഇവള് തകർന്നിരുന്നു പോകും. അങ്ങനെ ആണ് ഇതിൻ്റെ കഥ തീരുന്നത്. തകർന്നിരുന്നു പോകുമ്പോൾ അവിടെ ഫീമെയിൽ വോയിസിൽ പാത്തോസ് ആയിട്ട് കുറെ കൂടെ ദുഃഖഭാവത്തിൽ മാനത്തിൻ മുറ്റ, അത് ജാനകിയുടെ സ്വരത്തിൽ ആ പാട്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നുമുണ്ട്. എന്താണേലും അങ്ങനെയുള്ള വളരെ ദുഃഖപര്യവസായിയായിട്ട് തീരുന്ന ഒരു ഒന്നാന്തര 6-7 പാട്ടുള്ള പടമായിരുന്നു ഈ കറുത്ത പൗർണമി എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഈ വിജയ നിർമ്മലയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ടുണ്ട്. പൊന്നിലഞ്ഞി ചോട്ടിൽ വെച്ചൊരു കിന്നരനെ കണ്ടു, അങ്ങനെ ഒരു പാട്ട് വിജയ നിർമ്മലയ്ക്ക് വേണ്ടിയിട്ട് പാടുന്നുണ്ട്. പിന്നെ മധു സാറ് പാടുന്ന ഒരു ശിശുവിനെ പോൽ പുഞ്ചിരി തൂകി, അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ശാരദയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്, കവിതയിൽ മുങ്ങി വന്ന, അങ്ങനെ തുടങ്ങുന്നൊരു പാട്ട് കൂടെ ഉണ്ട്. ഇങ്ങനെ ഇത്രയും നല്ല പാട്ടുകളുടെ അകമ്പടിയോടുകൂടി വന്ന ഒരു പടം അത് ദയനീയ പരാജയമായിപ്പോയി എന്നുള്ളതാണ് സത്യം. ഈ പടത്തിൻ്റെ ഒരു പ്രിന്റ് പോലും ഇപ്പൊ കിട്ടാനില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വിശദമായിട്ട് എൻ്റെ കഥ സൂചിപ്പിച്ചു എന്നുള്ളൂ. ശരി.